പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുമായി അടുക്കൽ വന്നിരിക്കുന്ന ദൈവവചനവുമായി ഞാൻ ഇന്ന് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, എല്ലാ മക്കൾക്കും, എല്ലാവർക്കും വേഗം ക്രിസ്തുയേശുവിലെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ദൈവവചനം 1 ദിനവൃത്താന്തം 4:10 വാക്യമാണ്. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഹല്ലേലൂയ, സ്തോത്രം. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവമക്കളെ, യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോടാണ് അപേക്ഷിച്ചത്. യഹൂദ ഗോത്രത്തിലെ യബ്ബേസിനെ കുറിച്ച് പറയുകയാണ്. യബ്ബേസ് യഹൂദ ഗോത്രത്തിൽ നിന്നുള്ളവൻ ആയിരുന്നു. യഹൂദ എന്നാൽ സ്തുതി എന്നാണ് അർത്ഥം. യബ്ബേസിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. കാരണം നമുക്ക് വേദപുസ്തകത്തിൽ മുഴുവനായി അവനെക്കുറിച്ച് പഠിച്ചാൽ ഒരു പരാമർശം മാത്രമേ കാണുന്നുള്ളൂ. 1 ദിനവൃത്താന്തം 4:10. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകുവാനിടയായി. നൽകിയതിനൊരു കാരണമുണ്ട്. എന്താ കാരണമെന്നറിയാമോ? വാക്യം 9 വരുമ്പോൾ, യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യതയുള്ള വ്യക്തിയായിരുന്നു. അവനൊരു പകൽ മാന്യനായിരുന്നു. ഇന്ന് ലോകത്തിൽ പല മനുഷ്യരെ എടുത്താൽ അവർ പകൽ മാന്യന്മാരാണ്. ഹല്ലേലൂയ എന്ന ദൈവവചനത്തെ പറയുന്നു, അവൻ തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് എന്ന വാക്കിന്റെ അർത്ഥം വ്യസനപുത്രൻ എന്നാണ്. യബ്ബേസ് വിശ്വസ്തയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചത് ദൈവം അവന് നൽകുവാനിടയായി. കാരണം അതാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ അവൻ വിശ്വസിച്ച് അവൻ വിളിച്ചപേക്ഷിച്ചതിന് അവൻ എന്തൊക്കെ ദൈവത്തോട് ആവശ്യപ്പെട്ടുവോ, എന്തൊക്കെ അപേക്ഷ അവൻ കഴിച്ചുവോ, അതെല്ലാം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവന് നൽകുവാനിടയായി. ദൈവമക്കളെ, വിശ്വസ്തയോടെ വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്നതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് യബ്ബേസ്. യബ്ബേസ് ദൈവത്തോട് അപേക്ഷിച്ചത് 5 കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ദൈവമക്കൾ, ഇവിടെ യബ്ബേസ് പറയുകയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. അനുഗ്രഹം എന്ന പദം ബറാക്ക എന്ന എബ്രായ പദത്തിൽ നിന്നാണ് വന്നത്. ഇപ്പൊ നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. യാക്കോബ് മല്ല് കെട്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെ, നീ എന്നെ അനുഗ്രഹിക്കണം. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്ന് ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വ്യക്തമായി പറയുന്നു. ഇവിടെ യബ്ബേസ് പറയാണ്. ദൈവമക്കൾ, ഇവിടെ യബ്ബേസ് പറയുകയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. അനുഗ്രഹം എന്ന പദത്തിന് ബറാഖ് എന്നാണ്. ഇബ്രായ പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിച്ചത്. ഈ വാക്കിന്റെ അർത്ഥം വിജയത്തിനായി ശക്തീകരിക്കപ്പെട്ടവൻ എന്നാണ്. യഹോവയുടെ അനുഗ്രഹത്താലാണ് ഒരുവൻ സമ്പന്നനാകുന്നത്. സദൃശ്യവാക്യം 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല എന്ന് ദൈവവചനം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചാൽ ഈ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുവാൻ, ഇതിന് വിരോധമായി നിൽക്കുവാൻ ഒരു ദുഷ്ടശക്തികൾക്കോ ഒരു വ്യക്തികൾക്കോ ആർക്കും തന്നെ തടസ്സമായി നിൽക്കുവാൻ കഴിയുകയില്ല. ദൈവം അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹം തന്നെ. ഹല്ലേലൂയ. അവൻ അടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അവൻ അത് തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാനും കഴിയുകയില്ല. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് നാം യോഗ്യരാണ് എങ്കിൽ ആ അനുഗ്രഹം നമ്മിലേക്ക് തന്നെ വരുവാനിടയാകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യബ്ബേസ് പ്രാർത്ഥിച്ചു, നിശ്ചയമായി അനുഗ്രഹിക്കണം. അവൻ പ്രാർത്ഥിച്ചത് അവന്
ദൈവം അവന് നൽകി, അവനെ അനുഗ്രഹിച്ചു. ഹാലലൂയ, ഹാലലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചത് ദൈവം അവന് കൊടുക്കുവാനിടയായി. ഹാലലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ദൈവമക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമില്ലാത്തൊരവസ്ഥയിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലേ? ഹാലലൂയ. നിങ്ങളെ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്ന് അവന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നതല്ല, വഴിമാറി ആ ദൈവം അതൊക്കെയും അനുഗ്രഹമാക്കി നൽകുന്ന നല്ലൊരു കർത്താവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹാലലൂയ. രണ്ടാമത്, എൻ്റെ അതിർ വിസ്താരമാക്കണമെന്നാണ് എബേസ് പ്രാർത്ഥിച്ചത്. അതിർ വിസ്താരമാക്കണം, അതായത് വിശാലമാക്കണം. കാരണം അവൻ വളരെ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ ഞെരുക്കത്തിൽ നിന്നൊരു വിശാലത ഉണ്ടാകാൻ വേണ്ടി എബേസ് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങളെ ജീവിതത്തിൽ വിശാലതയില്ലാതെ ഞെരുങ്ങിയിരിക്കുന്ന എന്ത് അവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിൽ, ആത്മീക മേഖലയാകട്ടെ, ഭൗതിക മേഖലയാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, എന്ത് തന്നെ വിഷയമാകട്ടെ, ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണോ, ആ അവസ്ഥയെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്ക്. അവൻ വിശാലമാക്കുന്ന ദൈവമാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച നല്ലൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ ഞെരുങ്ങിയിരിക്കുന്ന അവസ്ഥകളെ, വിദ്യാഭ്യാസ മേഖലയിലാണോ, എന്ത് തന്നെ വിഷയമായിരുന്നാലും ദൈവകരങ്ങളിൽ കൊടുക്ക്. ദൈവം അത് വിശാലമാക്കി തരുന്ന, അത് വർദ്ധിപ്പിച്ച് തരുന്ന നല്ലൊരു നാഥനാണ് നമ്മുടെ കർത്താവ്. ഹാലലൂയ. എബേസ് പ്രാർത്ഥിച്ചു, അതിർ വിസ്താരമാകണമേ എന്ന്. ദൈവം അവന് നൽകി. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്ത, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. 3-ാമത്തെ വിഷയം, നിന്റെ കൈ എന്നോടുകൂടെ ഇരിക്കണമെന്ന്. പുറപ്പാട് പുസ്തകം 8:16 മുതൽ 19 വരെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവ മോശയോട്, നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്ന് അവനോട് പറയുക. അത് മിസ്രദേശത്തെ എല്ലായിടത്തും പേനായി തീരുമെന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടി അടിച്ചു. അത് മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേലും പേനായി തീർന്നു. മിസ്രയീം ദേശത്തങ്ങ് നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്തെ പേൻ ഉളവാക്കാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേലും പേൻ ഉളവായത് കൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ആ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ഫറവോന്റെ അടിമത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശെ അയക്കുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫറവോന്റെ ഹൃദയം കഠിനമാണ്. ആ മക്കളെ വിടുവിച്ചെടുക്കാൻ വേണ്ടി ഒത്തിരി ബാധകളൊക്കെ അവിടെ അയക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മുന്നോട്ടുള്ള വാക്യങ്ങളെല്ലാം നോക്കുമ്പോൾ, വടിസർപ്പമായി, വെള്ളം രക്തമായി തീർന്നു, തവളകളെ അയച്ചു എന്നീ ബാധകൾ മിസ്രയീമിൽ ദൈവം അയച്ചു. അപ്പോൾ മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രവാദത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു. എന്നാൽ പുറപ്പാടിൻ പുസ്തകം 8:16 മുതൽ 19 വാക്യം വായിക്കും. ഇവിടെ മന്ത്രവാദികൾ പറയുകയാ, പേനെന്ന ബാധ വരുത്തുവാൻ കഴിഞ്ഞില്ല മന്ത്രവാദികൾക്ക് തങ്ങളുടെ മന്ത്രവാദത്താൽ. അതുകൊണ്ട് പറയുകയാണ്, വാക്യം 19, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. വളരെ രസകരമായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഹാലലൂയ, മന്ത്രവാദികളുടെ പ്രകടനം ദൈവത്തിന്റെ വിരൽ എന്ന് വിളിച്ചു. ഈ ഒരു പ്രക്രിയയെ ദൈവത്തിന്റെ വിരൽ, ദൈവത്തിന്റെ കൈയെന്ന് മന്ത്രവാദികൾക്ക് ബോധ്യമായത് സർവശക്തനായ ദൈവത്തിന്റെ കരമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ മന്ത്രവാദികളുടെ മന്ത്രവാദവും ക്ഷുദ്രവിദ്യകളെ അവസാനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹാലലൂയ കർത്താവേ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തില് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആ വിചാരത്തിലും മന്ത്രവാദത്തിലുമാണോ, അതിനകത്ത് വിടുതൽ നൽകുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഈ വാക്യം വ്യക്തമായി നിങ്ങളോട് ഇടപെടുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ കൈ നമ്മുടെ മേലുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ എത്രയോ ശക്തിയേറിയ കാര്യങ്ങൾ ദൈവമക്കളെ നിങ്ങളിലൂടെ ദൈവം പൂർത്തീകരിക്കുവാൻ സാധിക്കും. നാം ദൈവത്തോട് ചേർന്നിരുന്നാൽ അവന്റെ കരം നമ്മോട് കൂടെ ഇരിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. എന്നാൽ യഹോവയുടെ കൈ എലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പേ ഓടി. 1 രാജാക്കന്മാർ പുസ്തകം 18:46 ഇങ്ങനെ പറയുന്നു. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ആഹാബ് രഥത്തില് കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ ഏലിയാവ് ആഹാബിന് മുമ്പെയാണ് ഓടി. യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നത് കൊണ്ടാണ് അവന് ആഹാബിന്റെ രഥത്തിന് മുന്നമേ അത്രയും ശക്തിയില് അവന്റെ മുന്നമേ ഓടുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ, ദൈവത്തിന്റെ ശക്തിയാകുന്നു അസാധ്യ മേഖലകളെ സാധ്യമാക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈ ദൈവമക്കളെ നിങ്ങളുടെ മേൽ വന്ന നിങ്ങൾക്ക് വേഗത നൽകുവാൻ കഴിയും. ഹല്ലേലൂയ. ഏലിയാവിന് വേഗത നൽകി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വർഷങ്ങൾ എടുക്കുന്ന വിഷയം, ഹല്ലേലൂയ, കാര്യങ്ങൾ നമുക്ക് ദിവസങ്ങൾ മാത്രം മതിയാവും, അല്ലെങ്കിൽ ഒരു നിമിഷം മതി. ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തിന്റെ പ്രിയ മക്കളാണോ, ദൈവത്തിന്റെ വലിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ കർത്താവേ, അങ്ങനെയുള്ള എന്ത് വിഷയമാകട്ടെ, ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ഇരുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിൽ ഇരുന്ന അസാധ്യ മേഖലകളെ, അസാധ്യമെന്ന് കരുതുന്ന ചില കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തരുവാനിടയാകും. എബേസ്, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. ദൈവത്തിന്റെ കരം എബോസിനോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 4-ാമത്തെ വാക്യം, അനർത്ഥത്തിൽ നിന്ന് എന്നെ കാക്കണേ. മത്തായി സുവിശേഷം 6:13. ഇവിടെ എബേസ് അനർത്ഥത്തിൽ നിന്ന് എന്നെ കാക്കണമേ എന്ന് അപേക്ഷിച്ചു. മത്തായി 6:13. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. സാത്താൻ തന്റെ ശത്രുതയ്ക്കും ദുഷ്ടമായ ആഗ്രഹങ്ങൾക്കും വിശ്വാസിയായ ദൈവമക്കളെ ലക്ഷ്യമാക്കുന്നു. അതുകൊണ്ട് അവന്റെ പദ്ധതികളിൽ നിന്നും ശക്തിയിൽ നിന്നുള്ള വിടുതലിനായി പ്രാർത്ഥിക്കാം. നാം ഒരിക്കലും മറന്നു പോകരുത്. ശത്രു നമ്മുടെ ജീവിതത്തെ അനർത്ഥങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ യേശുവിനോട് ചേർന്നിരുന്നെങ്കിൽ മാത്രമേ നമ്മെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. അവൻ ഹല്ലേലൂയ. അതിനൊരു കാരണമുണ്ട് ദൈവമക്കളെ. അവൻ ജയിച്ചവനാണ്. ഈ ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവിധ ബലത്തെയും ചവിട്ടിക്കൊണ്ട് ഹല്ലേലൂയ അവൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി. റഗീഷാറാബ, അവൻ കാൽവരി ക്രൂശിൽ അവൻ യാഗമായി തീർന്നത് ഹല്ലേലൂയ അത് ശത്രുവിന്റെ തലയെ തകർത്തുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം യേശുവിനോട് ചേർന്നിരുന്നെങ്കിൽ നമ്മെ വിടുവിക്കുവാൻ, ആ ശത്രുവിന്റെ കരത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ളത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. ദൈവമക്കളെ, ദൈവത്തോട് ചേർന്നിരുന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മളെ പ്രതിയോഗി നമ്മളെ വിട്ട്, നാം ദൈവത്തോട് ചേർന്നിരുന്ന ശത്രു നമ്മളെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയാകും. കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവഭക്തനെ തകർക്കാൻ ഒരു ദുഷ്ട ശക്തികൾക്കാകില്ല. ആമേൻ. കാരണം രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും ദൈവത്തിനുള്ളതാണ്. ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, പിന്മാറിപ്പോകരുത്. ഇന്നും പലരും ദൈവത്തെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10:13. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയേണ്ടതിന് മീതെ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കുന്നു എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. എബേസ് 4-ാമതായി പ്രാർത്ഥിച്ചത് അനർത്ഥത്തിൽ നിന്ന് എന്നെ കാക്കണമേ എന്നാണ്. അടുത്ത വിഷയം ഹല്ലേലൂയ. 5-ാമത്, എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണമെന്നാണ്. എബേസ് താൻ എല്ലാവർക്കും വേദനയല്ല, ഒരു അനുഗ്രഹമായിരിക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ചു. അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു. എബേസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വ്യസനിക്കുന്നവൻ എന്നാണ്. ഇവിടെ എബേസ് പ്രാർത്ഥിച്ച് താൻ ആർക്കും വ്യസന കാരണമാകരുത്. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലെ നോട്ടം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ആർക്കും വേദന ഇല്ലാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമുക്ക് സ്വയമായി കഴിയില്ല. നമ്മുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച്, നമ്മുടെ കർത്താവിൽ ആശ്രയിച്ച്, നമ്മുടെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിലേ നാം ഹല്ലേലൂയ കർത്താവ് നമ്മളെ അങ്ങനെ തന്നെ നടത്തുവാനിടയാകും. ആർക്കും വേദനയില്ലാതെ, വ്യസനിപ്പിക്കാതെ, ആരെയും വ്യസനിപ്പിക്കാതെ മുന്നോട്ട് പോകുവാനിടയാകും. ദൈവം
നമ്മളെ സഹായിക്കും. എന്നാൽ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു യബേസ്. ഇസ്രായേലിന്റെ ദൈവത്തോട് പറ്റിയിരുന്നത് കൊണ്ട് അവൻ പ്രാർത്ഥിച്ചത്, അപേക്ഷിച്ചത് ദൈവം അവന് നൽകുവാനിടയായി. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട മാത്രം മതി എന്ന് നാം കരുതരുത് മക്കളെ. നാം ഒരു അനുഗ്രഹമായി മാറണം. നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം. നാം മറ്റുള്ളവർക്ക് ബ്ലെസ്ഡ് ആയി മാറണം. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന ദൈവവചന അടിസ്ഥാനമായുള്ള പ്രാർത്ഥനയിലൂടെയാണോ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വേഗത്തിൽ മറുപടി ലഭിക്കുവാനിടയാകും. ഹാലലുയ. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. ഹാലലുയ. സ്തോത്രം. 1 ദിനവൃത്താന്തം 10. അബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് യബേസ് എന്ന് പേരിട്ടു. ഹാലലുയ. കർത്താവേ, നൊന്തുപെറ്റ അമ്മ അവനെ വിളിച്ചു വ്യസനപുത്രൻ എന്ന്. പെറ്റ അമ്മയ്ക്ക് പോലും ഒരു വേദനയായവൻ, ആർക്കും കൂടെ നിർത്തുവാൻ താല്പര്യമില്ലാത്തവൻ യബേസ്. ഹാലലുയ. ഇതുപോലുള്ള അവസ്ഥയിൽ ഹാലലുയ മറ്റുള്ളവർ നിങ്ങളെ ബന്ധുക്കാരാകട്ടെ, ചർച്ചക്കാരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അമ്മയാകട്ടെ, അപ്പനാകട്ടെ, നമ്മുടെ നമ്മളെ തിരസ്കരണത്തിൽ കൂടെ കാരണം വേദന അനുഭവിക്കുന്നവരാണോ? ദൈവ മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കേ. കർത്താവേ, സ്തോത്രം. നാം അവർക്ക് അനുഗ്രഹമുള്ളവരായി തീരുവാൻ. എന്നാൽ ഈ ഒറ്റ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, എന്റെ വ്യസനത്തിൽ നിന്ന് എന്നെ മാറ്റണമെന്ന്. എന്റെ വ്യസനിക്കുന്ന അവസ്ഥകളിൽ നിന്നൊരു വ്യത്യാസം, അതിൽ നിന്നൊരു ചേഞ്ച് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഒറ്റ പ്രാർത്ഥന അവന്റെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. ധൈര്യത്തോടെ തന്റെ ദൈവത്തോട് വിശ്വസ്തത കൈവിടാതെ പ്രാർത്ഥനയെ തുടർന്നു. നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് യബേസ് അവന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീർന്നു. ഇവിടെ അവന്റെ ഒറ്റൊരു പ്രാർത്ഥനയിൽ അവൻ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനിടയായി. കാരണം അവൻ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട്. ദൈവമക്കളെ, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? നാം ദൈവത്തോട് ചേർന്ന്, നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ തിരസ്കരണം അനുഭവിക്കുന്ന വ്യക്തി ആണോ? നിങ്ങളെ ഏതെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണോ? നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയാത്ത ചില വേദനകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അത് മാറ്റുന്ന നല്ലൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ദൈവമക്കളെ, യബേസ് പ്രാർത്ഥിച്ചു, ആ വ്യസനത്തിലിരിക്കുന്ന ആ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു വ്യത്യാസം തരണമെന്ന്. ആ ഒറ്റൊരു അവൻ ദൈവത്തോട് ചേർന്നിരുന്ന് അവൻ പ്രാർത്ഥിച്ചത് ദൈവം അവന് നൽകുവാനിടയായി. ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ചരിത്രമാകാൻ പോകുന്നു. നീ വിശ്വസിക്കുന്നുവോ? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം ഒരു വലിയ ചരിത്രമാകാൻ പോകുന്നു. ആമേൻ. അതേ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, താങ്കൾ മാതാപിതാക്കളോ സഹോദരങ്ങൾക്കോ മറ്റുള്ളവർക്കോ വ്യസനമാണെന്ന് വ്യസനമാണെന്ന് കുത്തുവാക്ക് കേൾക്കാറുണ്ടോ? അതോ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, താങ്കൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും വ്യസനമാണെന്നും എന്നുള്ള കുത്തുവാക്ക് നിങ്ങൾ കേൾക്കാറുണ്ടോ? ജീവിതത്തിൽ ഇനിയൊരു ഉയർച്ച ഉണ്ടാകില്ലെന്ന് ചിന്തിച്ച് നിരാശപ്പെടുകയാണോ? യബേസിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ മാനിക്കുവാനിടയാകും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവൻ വേഗം ഉത്തരം നൽകുവാനിടയും. കാരണം ഇസ്രായേലിന്റെ ദൈവത്തോട് അപേക്ഷിച്ചത് അന്ന് അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ അന്ന് അവകാശം നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. അന്ന് യാക്കോബിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, അബ്രഹാമിന്റെ ദൈവമേ എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്രയർ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ അപ്പ പിതാവേ എന്ന് പറഞ്ഞ് വിളിക്കുവാനുള്ള ഒരു അവകാശം നമുക്ക് ലഭിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ അറിയാതെ, ദൈവത്തെ അറിയാതെ അങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? എന്നെ കേൾക്കുന്ന മക്കളെ, ദൈവത്തിലേക്ക് കടന്നു വാ. ദൈവം നിങ്ങളെ വിളിക്കുന്നു, അവൻ സ്നേഹമോടെ വിളിക്കുന്നു. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, അവൻ നിങ്ങളെ സമാധാനത്താൽ നിറയ്ക്കും. അവൻ നിങ്ങളുടെ നേരുന്ന വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്ക്, അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാവും. ഈ വചനങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ താണിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.